ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷ എപ്പിസോഡ് നമ്പർ 5. നിലവിലെ ഹൗസിലുള്ളത് 32 കണ്ടസ്റ്റൻസ് ആണ്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ റിയാസ് പറയുന്നു 32 കണ്ടസ്റ്റൻസ്, 32 വലിയ സ്വപ്നങ്ങൾ. പക്ഷേ നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതുപോലെ സ്ട്രോങ് ആണെന്ന് കരുതിയവർ വരെ എവിക്റ്റ് ആയി പോയി. അതേപോലെ ഈ 32 പേരിൽ നിന്നും കുറച്ചു പേര് ഇന്നും പുറത്താകാം. തുടർന്ന് രഞ്ജിനി പറയുന്നു, നമ്മളും പ്രേക്ഷകരും ഒരേപോലെ കാത്തിരിക്കുകയാണ് ഇത്രയും പേരിൽ നിന്ന് ആരാണ് അന്തിമഘട്ടം വരെ ഈ അഗ്നിപരീക്ഷയിലൂടെ എത്തുകയെന്നും ആരൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറുകയെന്നും. ഓരോ എപ്പിസോഡിലും കുറേ പേര് എവിക്റ്റായി പോവും. നമ്മൾ നോക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനെയാണ്. അഖിൽ പറയുന്നു, പൂരം അങ്ങോട്ട് കത്തിക്കയറുന്നതിന് മുന്നേ ഒരു വെടിക്കെട്ടുണ്ടല്ലോ, അത് കാണാൻ കാത്തിരിക്കുകയാണ്. അതിനുശേഷം ഇന്നലെ ഇൻഫിനിറ്റി പെറ്റന്റ് കിട്ടിയ 4 പേരെയും റനീഷ് സ്റ്റേജിലേക്ക് വിളിക്കുന്നു. പ്രണവ്, ഷിജുലാൽ, ഷിൻജിത്ത്, രചന. റനീഷ് ഇവരോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്ത് സൂപ്പർ പവറാണ് വേണ്ടതെന്ന്. 4 കണ്ടസ്റ്റൻസും ഒരേപോലെ പറയുന്നു ഇമ്മ്യൂണിറ്റി. അപ്പൊ റനീഷ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എവിക്ഷൻ ഇത്രയ്ക്ക് പേടിയാണോ എന്ന്. അഖിൽ പറയുന്നു, നിങ്ങൾ എന്തിനാണ് ഈ ഇമ്മ്യൂണിറ്റി ഒക്കെ നോക്കുന്നത്? ഒരാൾ എപ്പോഴാണ് എവിക്ഷനിൽ വരുന്നത്? നന്നായിട്ട് പെർഫോം ചെയ്യാത്തപ്പോൾ. അപ്പൊ നിങ്ങൾ പേടിച്ച് നിൽക്കാതെ നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ പോരെ എന്ന് അഖിൽ ഇവരോട് ചോദിക്കുന്നു. രഞ്ജിനി പറയുന്നു, ഇവർക്ക് ഇൻഫിനിറ്റി പെനന്റ് ഒക്കെ കിട്ടിയതല്ലേ, അപ്പൊ ഇവർ ചോദിച്ചതുപോലെ നമുക്ക് ഇമ്മ്യൂണിറ്റി കൊടുക്കാം എന്ന്. അപ്പൊ റനീഷ പറയുന്നു, അതൊക്കെ നമുക്ക് വഴിയേ ആലോചിക്കാം, ഇപ്പൊ ഇവർക്കൊരു ഡ്യൂട്ടി കൊടുക്കാം. എന്നിട്ട് ഇവരോട് പറയുന്നു, നിങ്ങൾ 4 പേരും ക്യാപ്റ്റൻസ് ആണ്, അപ്പൊ നിങ്ങൾക്ക് വേണ്ട ടീമിനെ നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യാൻ പറയുന്നു. അങ്ങനെ ആ 4 പേരും അവർക്ക് വേണ്ട കണ്ടസ്റ്റൻസിനെ വിളിച്ച് സ്വന്തം ടീം സെലക്ട് ചെയ്യുന്നു. അങ്ങനെ ടീം സെലക്ഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം റിയാസ് ഇവരോട് പറയുന്നുണ്ട്, നല്ലവണ്ണം പെർഫോം ചെയ്താൽ പരസ്പരം ബ്ലെയിം ചെയ്ത് അവസാനം അടിയുണ്ടാക്കി എലിമിനേറ്റ് ആകുമ്പോൾ ബാക്കിയുള്ളവരെ കുറ്റം പറയാതെ സന്തോഷമായിട്ട് വീട്ടിൽ പോകാമെന്ന്. ഏതായാലും ഇത് കഴിഞ്ഞതിന് ശേഷം ഇവർക്കുള്ള ഇന്നത്തെ ടാസ്ക് കൊടുക്കുകയാണ്. ടാസ്കിന്റെ പേര് എം ഓർ എക്സ്. ഇന്ന് ഒരേ സമയം 2 ടീമുകൾ തമ്മിലായിരിക്കും മത്സരം നടക്കുന്നത്. ഇരു ടീമുകൾക്കും 8 ഭക്ഷണ പദാർത്ഥങ്ങൾ വീതം നൽകും. അതിൽ ചിലത് യഥാർത്ഥ രുചിയുള്ളതും ചിലത് രുചിമാറ്റം വരുത്തിയവയും ആയിരിക്കും. മത്സരാർത്ഥികൾ നൽകിയിരിക്കുന്ന ഭക്ഷണം രുചിച്ചു നോക്കുകയും ഭക്ഷണം കഴിക്കുന്ന വ്യക്തിയുടെ മുഖഭാവം നോക്കി അത് എം ആണോ എക്ക് ആണോ എന്ന് എതിർ ടീം കൃത്യമായി ഊഹിച്ചു പറയുക എന്നതാണ് ഇന്നത്തെ ടാസ്ക്. ടീം എയിൽ നിന്ന് ഒരു മത്സരാർത്ഥി വന്ന് നൽകിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് കഴിക്കണം. ഭക്ഷണം കഴിക്കുന്ന വ്യക്തിയുടെ എക്സ്പ്രഷൻ മനസ്സിലാക്കി എതിർ ടീം ഏത് രുചിയാണെന്ന് ഏകപക്ഷീയമായിട്ട് പറയണം. എതിർ ടീമിനെ കൊണ്ട് ശരിയായ ഉത്തരം പറയിപ്പിക്കാതിരിക്കുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം. ശരിയായ ഉത്തരം പറഞ്ഞാൽ എതിർ ടീമിന് 1 പോയിന്റും, ഈ എക്സ്പ്രഷൻ മനസ്സിലാക്കി ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന ടീമിന് 1 പോയിന്റും കിട്ടുന്നതാണ്. അങ്ങനെ ആദ്യമായിട്ട് ടാസ്ക് ചെയ്യാൻ വരുന്ന 2 ടീം ബിയും ടീം ഡിയുമാണ്. അതായത് ഷിജുലാലിന്റെ ടീം ബിയും ഷിൻജിത്തിന്റെ ടീം ഡിയും. ആദ്യം ടീം ബി ആണ് ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നത്. ടീം ബിയിൽ നിന്ന് ആദ്യം വരുന്നത് രാകേഷാണ്. അപ്പൊ രാകേഷ് വന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മെഴുകുതിരി ജ്യൂസ് പോലെ എന്തോ ആണെന്ന് തോന്നുന്നു, ഒരു ഫീലിങ്സും ഇല്ലാത്ത സാധനമൊന്ന്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീം ആലോചിക്കാനായിട്ട് 30 സെക്കൻഡ് അവർക്ക് സമയം കൊടുക്കുന്നു. അവർ ആലോചിച്ചതിന് ശേഷം മെജോറിറ്റീന്റെ തീരുമാനം അനുസരിച്ച് യെക്കാണെന്ന് പറയുന്നു. പക്ഷെ ഉത്തരം തെറ്റിപ്പോയി, അത് എം ആയിരുന്നു. അതുകൊണ്ട് ആ പോയിന്റ് ടീം ബിക്ക് ലഭിക്കുന്നു. അടുത്തത് ടീം ബിയിൽ നിന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നത് ഷിജിനാണ്. ടീം ഡി ഇതിന് ആൻസർ പറയുന്നത് എക്കെന്നാണ്. പക്ഷെ അത് വീണ്ടും തെറ്റിപ്പോയി, അത് എം ആയിരുന്നു. അങ്ങനെ വീണ്ടും ടീം ബിക്ക് 1 പോയിന്റ് കൂടെ ലഭിക്കുന്നു. അപ്പൊ ടീം ബി 2, ടീം ഡി 0. നെക്സ്റ്റ് ടീം ബിയിൽ നിന്ന് ലോലിറ്റയാണ് വരുന്നത്. പക്ഷെ ലോലിറ്റയുടെ അഭിനയം കുറച്ച് കൂടിപ്പോയി. ടീം ഡി എം എന്ന് പറയുന്നു, അത് കറക്റ്റ് ആൻസർ ആയിരുന്നു. അങ്ങനെ ടീം ഡിക്ക് 1 പോയിന്റ്. അടുത്തത് അഭിറാം വരുന്നു. ടീം ഡി എക്കെന്ന് പറയുന്നു, അത് കറക്റ്റ് ആൻസർ ആയിരുന്നു. ടീം ഡിക്ക് എഗെയിൻ 1 പോയിന്റ് കൂടെ കിട്ടുന്നു. അങ്ങനെ 2-2. അടുത്തത് ഷിജുലാലാണ് വരുന്നത് ഭക്ഷണം കഴിക്കാനായിട്ട്. ടീം ഡി പറയുന്നു എം ആണെന്ന്, പക്ഷെ അത് തെറ്റിപ്പോയി, എക്കായിരുന്നു. അതുകൊണ്ട് ടീം ബിക്ക് 1 പോയിന്റും കൂടെ കിട്ടുന്നു. അങ്ങനെ സ്കോർ ടീം ബിക്ക് 3, ടീം ഡിക്ക് 2. അടുത്തത് ടീം ബിയിൽ നിന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നത് സോണി അസീമാണ്. ടീം ഡി എം എന്നാണ് പറയുന്നത്, അത് കറക്റ്റ് ആൻസർ ആയിരുന്നു. ടീം ഡിക്ക് 1 പോയിന്റ് കിട്ടുന്നു. വീണ്ടും ടൈ ആവുന്നു, 3-3. അടുത്തത് പൂജ വരുന്നു. പൂജ ഭക്ഷണം കഴിക്കാനായിട്ട് വരുമ്പോൾ സോന അലക്സ് ക്യാപ്റ്റൻ ആയിട്ടുള്ള ഷിൻജിത്തിന്റെ അടുത്ത് പറയുന്നുണ്ട്, അവൾ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ് കാണിക്കുന്നത്, നിങ്ങൾക്ക് ഇത്ര ബോധമില്ലേ എന്നൊക്കെ ഷിൻജിത്തിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഏതൊക്കെയായാലും ടീം ഡി ആൻസർ പറയുന്നത് എക്കെന്നാണ്, അത് കറക്റ്റ് ആൻസർ ആയിരുന്നു. ടീം ഡിക്ക് എഗെയിൻ 1 പോയിന്റ് കൂടെ കിട്ടുന്നു. നിലവിലെ സ്കോർ ടീം ബി 3, ടീം ഡി 4. അടുത്തത് അഫ്നിയാസ് ആണ് ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ അഫ്നിയാസ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടീം ഡി പറയുന്നുണ്ട്, അവൾ ഫുഡിയാണ്, അതുകൊണ്ട് തന്നെ എരിവൊക്കെ കഴിച്ച് നല്ല ശീലം ഉണ്ടായിരിക്കുമെന്ന്. ഏതായാലും ടീം ഡി ആൻസർ പറയുന്നു എം എന്നാണ് പറയുന്നത്. ആൻസർ തെറ്റിപ്പോയി, അത് എക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ടീം ബിക്ക് 1 പോയിന്റ് കിട്ടുന്നു.
വീണ്ടും ടൈ ആവുന്നു. ടീം ബിക്കും ടീം ഡിക്കും 4 പോയിന്റ്സ് വീതം. അങ്ങനെ ടീം ബിയിലുള്ള എല്ലാവരും ഫുഡ് കഴിച്ചു കഴിഞ്ഞു. അടുത്തത് ടീം ഡിയിൽ നിന്നിട്ടാണ് ഫുഡ് കഴിക്കാനായിട്ട് വരുന്നത്. ഡിയിൽ നിന്ന് ആദ്യം വരുന്നത് പാർവതിയാണ്. പാർവതി നല്ല രീതിയിൽ തന്നെ നല്ല ഭംഗിയായിട്ട് ആ ടാസ്ക് ചെയ്യുന്നുണ്ട്. ടീം ബിയെ നല്ല രീതിയിൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ടീം ബി എന്നാണ് ഉത്തരം പറയുന്നത്. പക്ഷെ അത് തെറ്റിപ്പോയി, എം ആയിരുന്നു. അങ്ങനെ ടീം ഡിക്ക് 1 പോയിന്റ് കിട്ടുന്നു. നിലവിലെ സ്കോർ ടീം ബി 4, ടീം ഡി 5. നെക്സ്റ്റ് അപർണ സുരേഷ് ആണ് വരുന്നത്. ടീം ബി എം എന്ന് പറയുന്നു. വീണ്ടും തെറ്റിപ്പോയി, അത് ആയിരുന്നു. അങ്ങനെ ടീം ഡിക്ക് 1 പോയിന്റും കൂടെ കിട്ടുന്നു. സ്കോർ ടീം ബി 4, ടീം ഡി 6. നെക്സ്റ്റ് ടീം ഡിയിൽ നിന്ന് ശ്യാമാണ് വരുന്നത്. ടീം ബി എന്ന് പറയുന്നു. അത് കറക്റ്റ് ആൻസർ ആയിരുന്നു. അങ്ങനെ ടീം ബിക്ക് 1 പോയിന്റ് ലഭിക്കുന്നു. സ്കോർ ടീം ബിക്ക് 5, ടീം ഡിക്ക് 6. തുടർന്ന് ഷാനോ തോമസ് വരുന്നു. ടീം ബി എന്ന് ഉത്തരം പറയുന്നു. വീണ്ടും കറക്റ്റ് ആൻസർ ആണ്. ടീം ബിക്ക് 1 പോയിന്റും കൂടെ കിട്ടുന്നു. വീണ്ടും ടൈ ആകുന്നു, 6-6. അടുത്തതായി നന്ദകിഷോർ വരുന്നു. ടീം ബി എന്ന് പറയുന്നു. പക്ഷെ ഇത് തെറ്റിപ്പോയി, എം ആയിരുന്നു. സ്കോർ ടീം ബിക്ക് 6, ടീം ഡിക്ക് 7. അടുത്തത് JTP തോമസ് ആണ് വരുന്നത്. ടീം ബി എന്ന് പറയുന്നു. അത് കറക്റ്റ് ആൻസർ ആയിരുന്നു. അങ്ങനെ വീണ്ടും സ്കോർ ടൈ ആവുന്നു. ടീം ബിക്ക് 7, ടീം ഡിക്കും 7. അടുത്തതായിട്ട് സോന അലക്സ് ആണ് ടീം ഡിയിൽ നിന്നിട്ട് വരുന്നത്. ടീം ബി എന്നാണ് പറയുന്നത്. അത് ശരി ഉത്തരമായിരുന്നു. അങ്ങനെ ടീം ബിക്ക് 1 പോയിന്റും കൂടെ കിട്ടുന്നു. അവസാനമായിട്ട് ക്യാപ്റ്റൻ ആയിട്ടുള്ള ഷിൻജിത്ത് ആണ് വരുന്നത്. പക്ഷെ ടീം ബി കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറയുന്നു. അങ്ങനെ ടീം ബിക്ക് വീണ്ടും 1 പോയിന്റും കൂടെ ലഭിക്കുന്നു. അങ്ങനെ അന്തിമ സ്കോർ ഷിജിലാലിന്റെ ടീം ബി 9, ഷിൻജിത്തിന്റെ ടീം ഡി 7. ജയിച്ചതിന്റെ എക്സൈറ്റ്മെന്റിൽ ഷിജിലാലിന്റെ ഇൻഫിനിറ്റി പെൻഡന്റ് പൊട്ടിപ്പോകുന്നുണ്ട്. അപ്പം അഖിൽമാരാർ ഉടനെ ചോദിക്കുന്നുണ്ട് ഷിജുവിന്റെ ഇൻഫിനിറ്റി പെൻഡന്റ് എവിടെയെന്ന്. അപ്പൊ ഇത്രയും പവറുള്ള ഒരു കാര്യം കിട്ടിയിട്ട് അത് സൂക്ഷിക്കാതിരുന്നത് കൊണ്ട് ആ പവർ നഷ്ടപ്പെടുമെന്ന് രഞ്ജിനിയും അഖിലും ഒക്കെ ഷിജുലാലിന്റെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഒരു വാണിങ്ങിൽ നിർത്തുന്നു എന്ന് അഖിൽ പറയുന്നു. ഇതിൽ 2 ടീമും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു കേട്ടോ. പലപ്പോഴും സ്കോർ ടൈ ആയിരുന്നു. ചെറിയൊരു മാർജിനിലാണ് ടീം ഡി പരാജയപ്പെട്ടത്. അപ്പൊ റിയാസ് ടീം ഡിയിലെ മെമ്പേഴ്സിനോട് ചോദിക്കുന്നുണ്ട്, ആദ്യത്തെ 2 പ്രാവശ്യം നിങ്ങൾ ഡിസിഷൻ എടുക്കുമ്പോൾ മെന്റലിസ്റ്റ് ആയിട്ടുള്ള നന്ദകിഷോറിനെയാണ് ഡിപ്പെൻഡ് ചെയ്തത്. ആ 2 പ്രാവശ്യം അത് തെറ്റിപ്പോയി. എന്നിട്ട് വീണ്ടും എന്തിനാണ് നിങ്ങൾ അയാളെ തന്നെ ഡിപ്പെൻഡ് ചെയ്തതെന്ന്. അപ്പൊ നന്ദകിഷോർ പറയുന്നു, കാണുമ്പോൾ എല്ലാവരും എൻ്റെ അടുത്തേക്ക് വരുന്നതായിട്ട് തോന്നുമെങ്കിലും ഡിസിഷൻ എടുത്തത് മെജോറിറ്റീന്റെ തീരുമാനപ്രകാരമാണ് എന്ന് പറയുന്നു. അതേസമയം പാർവതിയുടെ പെർഫോമൻസ് ഗംഭീരായിരുന്നു എന്ന് അഖിൽമാരാർ എടുത്ത് പറയുന്നുണ്ട്. ഓപ്പോസിറ്റ് ടീമിന് പെട്ടെന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റാത്ത വിധമായിരുന്നു പാർവതിയുടെ പ്രകടനം. ഏതായാലും ചെറിയൊരു മാർജിനിലാണെങ്കിലും ടീം ഡി പരാജയപ്പെട്ടതുകൊണ്ട് ആ ടീമിൽ നിന്ന് ഏറ്റവും മോശമായിട്ട് പെർഫോം ചെയ്തവരെ തെരഞ്ഞെടുക്കാൻ പറയുന്നു. അവര് തന്നെ ഓരോ ആൾക്കാരും 2 പേരെ വെച്ച് തെരഞ്ഞെടുക്കാൻ പറയുന്നു. ഇതിൽ ക്യാപ്റ്റൻ ആയിട്ടുള്ള ഷിൻജിത്തിന് ഇമ്മ്യൂണിറ്റി പവർ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ അവസാനം അവർ തെരഞ്ഞെടുത്തത് സോന അലക്സ്, ഷാനോ തോമസ്, JTP തോമസ്, നന്ദകിഷോർ എന്നിവരെയാണ്. അടുത്തതായിട്ട് മത്സരിക്കാനായിട്ട് അടുത്ത 2 ടീമുകൾ വരുന്നു. പ്രവീണിന്റെ ടീം എയും രചനയുടെ ടീം സിയും. ടീം എയിൽ നിന്നാണ് ആദ്യം ഫുഡ് കഴിക്കാനായിട്ട് വരുന്നത്. ടീം എയിൽ നിന്ന് ആദ്യം വരുന്നത് എൽദോയാണ്. ടീം സി ഗസ് ചെയ്ത് പറയുന്നത് എം ആണെന്നാണ്. പക്ഷെ ഉത്തരം തെറ്റിപ്പോയി, അത് ആയിരുന്നു. അങ്ങനെ ടീം എക്ക് 1 പോയിന്റ് കിട്ടുന്നു. അടുത്തത് റൈബിനാണ് വരുന്നത്. ടീം സി എന്ന് പറയുന്നു. വീണ്ടും അവർക്ക് തെറ്റിപ്പോയി, എം ആയിരുന്നു. അങ്ങനെ ടീം എക്ക് വീണ്ടും 1 പോയിന്റ് കിട്ടുന്നു, 2-0. അടുത്തത് അമൃത വരുന്നു. ടീം സി എന്ന് പറയുന്നു. അത് ശരി ഉത്തരായിരുന്നു. അങ്ങനെ ടീം സിക്ക് 1 പോയിന്റ്, 2-1. നെക്സ്റ്റ് ഷിബിനെയാണ് വരുന്നത്. ടീം സി എം എന്ന് പറയുന്നു. ടീം സിക്ക് വീണ്ടും തെറ്റി, അങ്ങനെ 1 പോയിന്റ് ടീം എക്ക് കിട്ടുന്നു. സ്കോർ 3-1. അടുത്തത് നയന ബാലകൃഷ്ണൻ വരുന്നു. ടീം സിയുടെ ഉത്തരം എം എന്നാണ്. പക്ഷെ അതും തെറ്റിപ്പോകുന്നു, ആയിരുന്നു. വീണ്ടും ടീം എക്ക് 1 പോയിന്റും കൂടെ കിട്ടുന്നു. 4-1 നിലവിലെ സ്കോർ നില. അടുത്തത് റിജോ ജോൺസൺ ആണ് ടീം എയിൽ നിന്ന് വരുന്നത്. ടീം സി ഉത്തരം പറഞ്ഞത് വീണ്ടും തെറ്റിപ്പോകുന്നു. ടീം എക്ക് വീണ്ടും 1 സ്കോർ കിട്ടുന്നു. നെക്സ്റ്റ് പ്രവീൺ വരുന്നു. ടീം സി എം എന്ന് പറയുന്നു. അതും തെറ്റിപ്പോകുന്നു, ആയിരുന്നു. ടീം എക്ക് വീണ്ടും 1 പോയിന്റ് കിട്ടുന്നു. നിലവിലെ സ്കോർ നില 6-1. അടുത്തത് വിശാഖാണ്. ടീം സി എം എന്ന് പറയുന്നു. അത് ശരിയായിട്ടുള്ള ഉത്തരമായിരുന്നു. അങ്ങനെ ടീം സിക്ക് 1 പോയിന്റ് കൂടെ കിട്ടുന്നു. അങ്ങനെ ടീം എയിലെ മുഴുവൻ ആൾക്കാരും ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്കോർ നില ടീം എ 6, ടീം സി 2. ഇനി അടുത്തത് രചനന്റെ ടീമായിട്ടുള്ള ടീം സി ആണ് ഫുഡ് ടേസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നത്. ഫസ്റ്റ് രചന തന്നെ വരുന്നു.
ടീം എ യെക്കെന്ന് പറയുന്നു. അത് ശരി ഉത്തരമായിരുന്നു. അങ്ങനെ ടീം എക്ക് വീണ്ടും ഒരു സ്കോർ കൂടെ കിട്ടുന്നു. 7 ആവുന്നു അവരുടെ സ്കോറ്. അടുത്തതായിട്ട് ടീം സിയിൽ നിന്ന് വർഷയാണ് വരുന്നത്. ടീം എ ആൻസർ പറയുന്നത് എം എന്നാണ്. പക്ഷെ അത് തെറ്റിപ്പോയി. എക്കായിരുന്നു. ഇവിടെ വർഷ വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് കളിച്ചത്. കാരണം ഒന്ന് സിപ്പ് ചെയ്തിട്ട് അവിടെ വെച്ചു. അത് മുഴുവനും കുടിച്ചില്ല. ബാക്കിയുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ആ ഫുഡ് മുഴുവനും കഴിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ വർഷേൻ്റെ ആ സ്ട്രാറ്റജിയിൽ ടീം എ വീണു. അവര് യെക്കെന്ന് പറഞ്ഞു. ഉത്തരം തെറ്റിപ്പോയി. അങ്ങനെ ടീം സിക്ക് 1 പോയിന്റ് വരുന്നു. നിലവിലെ സ്കോർ നില ടീം എ 7, ടീം സി 3. അടുത്തത് സാബിറാണ് ഫുഡ് കഴിക്കാനായിട്ട് വരുന്നത്. ടീം എ ആൻസർ പറയുന്നത് യെക്കെന്നാണ്. അവർക്ക് വീണ്ടും തെറ്റുന്നു. അത് എം ആയിരുന്നു. അങ്ങനെ ടീം സിക്ക് 1 പോയിന്റും കൂടെ കിട്ടുന്നു. 7, 4. അടുത്തത് അളങ്ങനന്ദ വരുന്നു. ടീം എ എം എന്ന് പറയുന്നു. വീണ്ടും തെറ്റിപ്പോകുന്നു. അത് യെക്കായിരുന്നു. ടീം സിക്ക് വീണ്ടും 1 പോയിന്റ് കിട്ടുന്നു. 7, 5. അടുത്തത് സ്റ്റിനിയാണ് ഫുഡ് കഴിക്കാനായിട്ട് വരുന്നത്. ടീം എ എം എന്ന് പറയുന്നു. വീണ്ടും തെറ്റിപ്പോകുന്നു. അത് യെക്കായിരുന്നു. അങ്ങനെ ടീം സിക്ക് വീണ്ടും 1 പോയിന്റ് കൂടെ കിട്ടുന്നു. നിലവിലെ സ്കോർ 7, 6. ഇവര് തമ്മിൽ തുടക്കത്തിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ 7, 6 വന്ന് നിൽക്കുന്നത്. ടീം സി ഗംഭീരമായിട്ടാണ് ഈ ടാസ്കിൽ തിരിച്ചു കയറിയത്. ഇത് കണ്ടിട്ട് രഞ്ജിനിയും പറയുന്നുണ്ട്, എവിടെ കിടന്ന മാർജിനാണ് പോയി ഇത്ര അടുത്തെത്തിയിരിക്കുന്നതെന്ന്. 6, 2 നിന്ന് ഇപ്പോൾ 7, 6 വന്നിട്ടുള്ളത്. അടുത്തതായിട്ട് ഷാമോൻ തോമസ് വരുന്നു. ടീം എ യെക്കെന്ന് പറയുന്നു. വീണ്ടും ടീം എക്ക് തെറ്റിപ്പോകുന്നു. ടീം സിക്ക് 1 പോയിന്റും കൂടെ കിട്ടുന്നു. അങ്ങനെ സ്കോർ ടൈ ആകുന്നു. 7, 7. അടുത്തത് പ്രണവാണ് വരുന്നത്. ടീം എ എം എന്ന് പറയുന്നു. അത് ശരി ഉത്തരമായിരുന്നു. അങ്ങനെ ടീം എക്ക് 8 പോയിന്റ് ലഭിക്കുന്നു. നിലവിൽ ടീം എ 8ഉം ടീം സി 7ഉമാണ്. അവസാനം താഷിയാണ് വരുന്നത്. ഇനി താഷിയാണ് തീരുമാനിക്കുന്നത് ഇതിൽ ആര് ജയിക്കണം തോക്കണം എന്നുള്ളത്. താഷി വന്ന് ഫുഡ് ടേസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ടീം എ യെക്കെന്ന് പറയുന്നു. പക്ഷെ ഉത്തരം തെറ്റിപ്പോകുന്നു. അത് എം ആയിരുന്നു. അങ്ങനെ ടീം സിക്ക് വീണ്ടും 1 പോയിന്റും കൂടെ കിട്ടി. സ്കോർ ടൈ ആവുന്നു. 8, 8. അങ്ങനെ ഈ ഫുഡ് കഴിക്കുന്ന ടാസ്ക് അവിടെ തീരാണ്. പക്ഷെ മത്സരം ടൈ ആയതുകൊണ്ട് ഇരു ടീമുകൾക്കും ഒരു ടൈ ബ്രേക്കർ ടാസ്ക് കൂടി വരുന്നു. ഇരു ടീമുകളിൽ നിന്നും ഓരോ മത്സരാർത്ഥികളെ വെച്ച് തിരഞ്ഞെടുക്കുന്നു. ഇവർക്ക് ഓരോ കയറ് വീതം നൽകുന്നു. നിശ്ചിത സമയത്തിനുള്ളിൽ ഈ കയറിൽ പരമാവധി കെട്ടുകൾ ഇടുക എന്നതാണ് ആദ്യഘട്ടം. അതിനുശേഷം ഈ കയറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യണം. അടുത്ത ബസർ അടിക്കുമ്പോൾ ഈ കെട്ടുകൾ ആരാണോ ഏറ്റവും വേഗത്തിൽ അഴിച്ചു തീർക്കുന്നത് അവരായിരിക്കും ഈ ടാസ്കിൽ ജയിക്കുന്നത്. ടീം സിയിൽ നിന്ന് പ്രണവും ടീം എയിൽ നിന്ന് വിശാഖുമാണ് വരുന്നത്. വിശാഖ് കാലുകൊണ്ട് ചവിട്ടി പിടിച്ച് കയറ് വളരെ ടൈറ്റ് ആയിട്ടാണ് കെട്ടുന്നത്. പ്രണവ് തുടക്കത്തിൽ അത്ര ടൈറ്റ് ആയിട്ടായിരുന്നില്ല കെട്ടിയിരുന്നത്. എന്നാൽ വിശാഖ് ഇത് ചെയ്യുന്നത് കണ്ടതിന് ശേഷമാണ് പ്രണവും കാല് വെച്ച് ചവിട്ടി ടൈറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്. അങ്ങനെ ബസർ അടിക്കുന്നു. രണ്ടുപേരും കെട്ടുകൾ അഴിക്കാനായിട്ട് തുടങ്ങുന്നു. അതിൽ വിശാഖാണ് ഏറ്റവും ആദ്യം കെട്ടുകൾ അഴിച്ചു തീർക്കുന്നത്. അങ്ങനെ ഈ ടാസ്കില് പ്രണവിന്റെ ടീമായിട്ടുള്ള ടീം എ വിജയിക്കുന്നു. അതിനുശേഷം രഞ്ജിനി വിശാഖിന്റെ പ്രകടനത്തെ അഭിനന്ദിക്കുന്നുണ്ട്. വിശാഖ് നന്നായി ടൈറ്റ് ആക്കാൻ ശ്രമിച്ചതും അത് കണ്ടതിന് ശേഷമാണ് പ്രണവും അതേ രീതിയിലേക്ക് മാറിയതെന്ന് രഞ്ജിനി എടുത്തു പറയുന്നുണ്ട്. പക്ഷെ പ്രണവ് പറയുന്നത് അങ്ങനെയല്ല, ഞാൻ അങ്ങനെ നോക്കി ചെയ്തതല്ല എന്നാണ്. എനിക്കും തോന്നുന്നത് വിശാഖ് അത് ചെയ്യുന്നത് കണ്ടതിന് ശേഷമാണ് പ്രണവും കാല് വെച്ച് ചവിട്ടി ആ കയറ് ടൈറ്റ് ചെയ്യാൻ നോക്കിയത് എന്നാണ്. അപ്പൊ ഈ ടാസ്ക് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അഖില് ടീം എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ടീം സി ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര പോയിന്റ്സ് ഉണ്ടായിരുന്നു എന്ന്. ടീം എ മറുപടി പറയുന്നു 6 പോയിന്റ്സ്. അഖില് തിരിച്ചു ചോദിക്കുന്നു, നിങ്ങൾക്ക് ജയിക്കാനായിട്ട് പിന്നെ എത്ര പോയിന്റ്സ് കൂടെ വേണ്ടിയിരുന്നു എന്ന്. വെറും 3 പോയിന്റ്സ്. അഖില് ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ട് അപ്പോൾ ഒരു 1 സൈഡഡ് ആയിട്ട് പോയില്ല? അതായത് ഓപ്പോസിറ്റ് ടീം കഴിക്കുന്ന ആ ഫുഡിന്റെ ടേസ്റ്റ് നോക്കാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ 8 പേരും ഫുഡ് കഴിക്കുമ്പോൾ എം എന്ന് മാത്രം പറയായിരുന്നു, അല്ലെങ്കിൽ യെക്കെന്ന് മാത്രം പറയായിരുന്നു. ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ 6 പോയിന്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ജയിക്കാമായിരുന്നില്ലേ എന്ന് അഖില് ഇവരോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനൊരു ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കം വേണമെങ്കിൽ എയ്ക്ക് ഈ ഒരു ടാസ്കിൽ ചെയ്യാമായിരുന്നു എന്ന് അഖില് ടീം എയിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലാസ്റ്റ് കളിച്ച ടൈ ബ്രേക്കർ ഗെയിമിൽ വിശാഖ് നന്നായിട്ട് പെർഫോം ചെയ്തെന്നും പ്രണവ് കുറച്ച് ഒന്ന് ഓവർ എക്സൈറ്റഡ് ആയി പോയെന്നും അഖില് പറയുന്നുണ്ട്. ഓപ്പോസിറ്റ് ടീമിനെ കൊണ്ട് പെട്ടെന്ന് കയറുകൾ അഴിപ്പിക്കാതിരിക്കാനാണ് മാക്സിമം ശ്രമിക്കേണ്ടത്. അതിനായിട്ട് ആ കയറിന്റെ ഫുൾ ലെങ്തിൽ മാക്സിമം നോട്ടുകൾ ഇട്ടാൽ മതിയായിരുന്നു എന്നും കൂടെ അഖില് പറയുന്നുണ്ട്. എന്നാൽ പ്രണവിന് അതിന് കഴിഞ്ഞില്ല. അതേപോലെ താഷിന്റെ പെർഫോമൻസിനെ കുറിച്ചും എടുത്തു പറയുന്നുണ്ട്. കാരണം 7, 8 നിന്നിരുന്ന സമയത്ത് ടീം സിയിൽ നിന്ന് അവസാനം വന്നത് താഷിയാണ്. അപ്പൊ താഷി ആണ് ഇത് ആര് ജയിക്കും ആര് തോക്കും എന്നുള്ളത് തീരുമാനിക്കേണ്ട ഒരു സ്റ്റേജ് വന്നത്. താഷി ഉത്തരവാദിത്തത്തോടെ തന്നെ അത് നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്നും
അഖിൽ എടുത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ റിയാസും സംസാരിക്കുന്നു. 2 ടീമും നന്നായിട്ട് തന്നെ കളിച്ചു. അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും ഒരു ഗെയിം കൂടെ നിങ്ങൾക്ക് തരേണ്ടി വന്നത്. വിശാഖ് ടാസ്ക് ചെയ്ത രീതിയും അതുപോലെ തന്നെ പ്രണവിന് ടാസ്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാതിരുന്നതും റിയാസും എടുത്തു പറയുന്നുണ്ട്. ചെറിയ മാർജിനിലാണെങ്കിലും ടീം സിയും പരാജയപ്പെട്ടു. അപ്പൊ ടീം സിയിൽ നിന്നിട്ട് ഏറ്റവും മോശമായിട്ട് പെർഫോം ചെയ്ത ആൾക്കാരെ ഓരോരുത്തരും തിരഞ്ഞെടുക്കാൻ പറയുന്നു. ഓരോരുത്തരും 2 പേരുടെ പേര് വീതം പറയാനാണ് പറയുന്നത്. അങ്ങനെ ടീം സിയിൽ നിന്ന് ഓരോരുത്തരും 2 പേരുടെ പേര് വീതം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രണവിന്റെ ടേൺ വന്നു. അപ്പോൾ പ്രണവ് സ്വന്തമായിട്ട് പ്രണവ് എന്ന് തന്നെ പറയാം. അപ്പോൾ പെട്ടെന്ന് റിയാസ് ചോദിക്കുന്നുണ്ട്, പ്രണവിനെ തന്നെയാണോ നോമിനേറ്റ് ചെയ്യുന്നതെന്ന്. ഈ ബിഗ് ബോസ് പോലുള്ള ഒരു ഷോയിൽ നമ്മൾ എത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്നു എന്നതിലുപരി എത്രമാത്രം മനസാന്നിധ്യത്തോടെ, അതായത് പ്രസൻസ് ഓഫ് മൈൻഡോടെ നിൽക്കുന്നു എന്നാണ് പ്രധാനമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം പ്രണവിന് ആകെ ഒരു കിളി പോയ പോലെയായിരുന്നു. അങ്ങനെ ഏതായാലും ടീം സിയിൽ നിന്ന് ഡേഞ്ചർ സോണിലേക്ക് പോകുന്നത് വർഷ, ഷാമോൻ, സ്റ്റിനിയ, പ്രണവ്. അടുത്തതായിട്ട് എലിമിനേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. വർഷ, സ്റ്റിനിയ, പ്രണവ്, ഷാമോൻ, ഷാജഹാൻ, ഷാനോ തോമസ്, നന്ദകിഷോർ, സോന അലക്സ്, JTP തോമസ്. ഇത്രയും പേരാണ് നിലവിൽ ഡേഞ്ചർ സോണിലുള്ളത്. അതിനുശേഷം ഈ ഇൻഫിനിറ്റി പെൻഡന്റ് ഉള്ള 4 പേരെ, അതായത് ഷിജുലാല്, പ്രവീണ്, രജനി, ഷിൻജിത്ത്, ഈ 4 പേരെയും കൂടെ റെനീഷ ഈ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. അവർക്ക് ഒരു പവറും കൂടെ ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഇതിൽ ഈ കഴിഞ്ഞ ടാസ്കുകളിൽ ജയിച്ച ടീമിന്റെ ക്യാപ്റ്റന്മാർ ആരൊക്കെയാണെന്ന് ചോദിക്കുന്നു. അപ്പൊ ഷിജുലാലും പ്രവീണുമാണ് ജയിച്ച ടീമിന്റെ ക്യാപ്റ്റന്മാർ. അപ്പൊ ഇവർക്കാണ് ഇനിയുള്ള ഈ ഇൻഫിനിറ്റി പെൻഡന്റിന്റെ പവർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി രജനീനെയും ഷിൻജിത്തിനെയും തിരിച്ചയക്കുന്നു, ഷിജുലാലിനെയും പ്രവീണിനെയും സ്റ്റേജിൽ നിർത്തുന്നു. അപ്പൊ ഇവരോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്ത് പവറാണ് വേണ്ടതെന്ന്. അപ്പൊ ഷിജുലാൽ പറയുന്നു, നന്നായിട്ട് പെർഫോം ചെയ്ത ആൾക്കാർ വീട്ടിൽ പോവരുത് എന്നാണ് ആഗ്രഹിക്കുന്നതെന്ന്. രഞ്ജന് ഷിജുലാലിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യാത്ത ആൾക്കാർ വീട്ടിൽ പോകണം എന്നാണല്ലോ. അപ്പോൾ ഈ ഇരിക്കുന്ന ടീമുകളിൽ നിന്ന്, സ്വന്തം ടീമിൽ നിന്ന് ഉൾപ്പെടെ നന്നായിട്ട് പെർഫോം ചെയ്യാത്തവരെ നിങ്ങൾക്ക് ഈ ഡേഞ്ചർ സോണിലേക്ക് ഇടാം. 2 പേരും ഓരോ ആൾക്കാരെ വീതം ചൂസ് ചെയ്യാനായിട്ട് പറയുന്നു. അപ്പോൾ ഷിജുലാൽ ഷിബിനെയാണ് ചൂസ് ചെയ്യുന്നത്. റീസൺ പറയുന്നത് ഷിബിനേന്റെ പെർഫോമൻസ് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല എന്നാണ്. പ്രവീൺ ചൂസ് ചെയ്യുന്നത് ഷിജിനെയാണ്. റീസൺ പറയുന്നത് ഷിജിൻ കുറച്ച് ഓവറായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു, കുറച്ച് അഗ്രസീവ് ആകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അങ്ങനെ നിലവിൽ 10 പേരാണ് എലിമിനേഷൻ പട്ടികയിലുള്ളത്. എലിമിനേഷൻ പ്രോസസ്സിലേക്ക് കടക്കുകയാണ്. ഈ 10 പേരും ഇങ്ങനെ നമ്മൾ ബസ്സിലൊക്കെ നിൽക്കുന്നത് പോലെ ഒരു കയറിലിങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഇവരിൽ സേവ് ആവുന്ന ആൾക്കാരെ ജഡ്ജസ് വന്നിട്ട് ആ കയർ കട്ട് ചെയ്തിട്ട് സേവ് ചെയ്യും. അല്ലാത്ത ആൾക്കാർ അവിടെ തന്നെ നിൽക്കും എന്നുള്ളതാണ്. ആദ്യം രഞ്ജിനി വന്നിട്ട് JTP തോമസിനെ സേവ് ചെയ്യുന്നു. രഞ്ജിനി വന്നിട്ട് ഷാമോനോട് ചോദിക്കും, ഈ കൂട്ടത്തിൽ ഷാമോൻ അല്ലാതെ വേറൊരാളെ സേവ് ചെയ്യാൻ പറഞ്ഞ ആരുടെ പേര് പറയുന്നു. അപ്പൊ ഷാമോൻ സ്റ്റിനിയന്റെ പേരാണ് പറയുന്നത്. അപ്പൊ രഞ്ജിനി സോന അലക്സിനെ സേവ് ചെയ്യും. അടുത്തത് അഖിലാണ് വരുന്നത്. അഖില് നേരെ ഷിജിനെ സേവ് ചെയ്യുന്നു. അതുപോലെ അഖില് ഷാമോന്റെ അടുത്ത് വന്ന് ചോദിക്കും. അപ്പൊ ഷാമോൻ പറയും, എനിക്കൊരു അവസരം കിട്ടിയപ്പോൾ ഓൾറെഡി സ്റ്റിനിയനെ സേവ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പൊ അഖില് പറയുന്നു, ഞാൻ ഷാമോന്റെ വലിയൊരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പോവുകയാണ്. കാരണം ഷാമോൻ വന്നപ്പോൾ തൊട്ട് സ്വന്തമായിട്ട് രക്ഷപ്പെട്ടില്ലെങ്കിലും സ്റ്റിനിയെ രക്ഷപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്റ്റിനിയ, ഞാൻ ഷാമോനെ സേവ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഷാമോന്റെ ആ കയറ് കട്ട് ചെയ്യുന്നു. അടുത്തത് റിയാസ് ആണ് വരുന്നത്. റിയാസ് പ്രണവിനോട് ചോദിക്കുന്നു, ഇതിൽ നിന്ന് ഒരാളെ വീട്ടിലേക്ക് പറഞ്ഞു വിടണം, ഇവിടെ നിൽക്കാൻ യാതൊരു അർഹതയില്ല എന്ന് തോന്നുന്നത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ പ്രണവ് വർഷേന്റെ പേരാണ് പറയുന്നത്. കാരണം ബാക്കിയുള്ളവരെയൊക്കെ ഞാൻ ഇവിടെ തന്നെ കാണുന്നുണ്ട്, പക്ഷെ വർഷേനെ ഞാൻ ആ കൂട്ടത്തിൽ കാണുന്നില്ല എന്ന് പറയുന്നു. വർഷേന്റെ അടുത്ത് ചോദിക്കുമ്പോൾ, വർഷേന്റെ അടുത്ത് പ്രണവിനെ കുറിച്ച് അഭിപ്രായം ചോദിക്കുമ്പോൾ വർഷ പറയും, പ്രണവ് നല്ലൊരു പ്ലെയർ ആണ്, പക്ഷെ പ്രണവിനെ വിശ്വസിച്ചാണ് ഞങ്ങൾ ആ ടാസ്ക് ഏൽപ്പിച്ചത് എന്ന് പറയുമ്പോഴത്തേക്കിനും റിയാസ് പറയും, ഓക്കെ, അപ്പൊ പ്രണവ് നല്ല പ്ലെയർ ആണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് പ്രണവിനെ സേവ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് റിയാസ് പ്രണവിനെ സേവ് ചെയ്യുന്നു. ഇനി ബാക്കി 5 പേരാണുള്ളത്. ഷിബിന, നന്ദകിഷോർ, ഷാനോ തോമസ്, സ്റ്റിനിയ, വർഷ. ഇവരിൽ നിന്ന് ഒരാൾ മാത്രമേ ഇവിടെ നിൽക്കൂ. ബാക്കി 4 പേരും എവിക്റ്റഡ് ആണെന്ന് ജഡ്ജസ് പറയുന്നു. അങ്ങനെ റിയാസ് വന്ന് ഷിബിനേനെ സേവ് ചെയ്യുന്നു. ബാക്കി 4 പേര്, അതായത് നന്ദകിഷോർ, ഷാനോ തോമസ്, സ്റ്റിനിയ, വർഷ, ഇവർ 4 പേരും എവിക്റ്റഡ്. ഇതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി ബാക്കിയുള്ളത് 28 പേരാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇത്രയാണ് ഉണ്ടായിരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.